ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും പതിവുപോലെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പുറത്ത് നല്ല സൗണ്ടാണ് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ പണി തീരുന്നിടം വരെ ഇനി നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് വേറൊരു അബദ്ധം കൂടെ പറ്റി കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് എനിക്കൊന്ന് അത് മനസ്സിലായത്. കാരണം ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് കരുതി ഞാൻ നമ്മുടെ വെറ്റില ദീപവും കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരബദ്ധം പറ്റിയിരിക്കുകയാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഫോൺ എടുത്തപ്പോഴാണ് ഡേറ്റ് നോക്കിയപ്പോൾ ഇന്ന് 18-ാം തീയതി തിങ്കളാഴ്ചയാണെന്നുള്ള ഓർമ്മ വന്നത്. പിന്നെ ഞാൻ വീഡിയോ ഇതെല്ലാം ഇടുകയും ചെയ്ത് കളഞ്ഞില്ലത്. സാരമില്ല, നമ്മൾ കൊളുത്തിയ ദീപമല്ലേ. അപ്പോൾ നാളെ വീണ്ടും ഒന്നുകൂടെ കൊളുത്തി വീണ്ടും പ്രാർത്ഥിക്കാം. 6 തൊട്ട് 7 വരെയുള്ള സമയത്തായിരുന്നു ഞാൻ വിളക്ക് കൊളുത്തിയത്. അപ്പം എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്നെപ്പോലെ എത്ര അമ്മമാരുണ്ടാകും ഇതുപോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ നടത്തിയിട്ടുള്ളവർ. മക്കൾ നല്ല നിലയിലായി കഴിയുമ്പോൾ അച്ഛനമ്മമാരെ നോക്കാത്ത എത്രയോ പേരുണ്ട്. എന്നാൽ തിരിച്ചുമുണ്ട് കേട്ടോ. അച്ഛനമ്മമാർക്ക് ഒരു കുഴപ്പവും ഉണ്ടാകാതെ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ഒരുപാട് മക്കളുമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇങ്ങനെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. നോക്കാൻ വയ്യാത്തത് കാരണം ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച് പോയെന്നും അനാഥാലയത്തിൽ ഏൽപ്പിക്കുന്നത്. അച്ഛനമ്മമാരെ കൊല്ലുന്ന മക്കളെ വരെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്തിടെ ഒരു ന്യൂസ് കണ്ടില്ലേ, ഒരു മകൻ അമ്മയെ കൊന്നത്. അതിനു മാത്രം എന്ത് പകയാണ് ആ അമ്മയുടെ ഈ മകന് മനസ്സിലാകുന്നില്ല. എന്ത് തെറ്റായിരിക്കും അവർ ആ മകനോട് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ അവരുടെ വാശിക്കനുസരിച്ച് അതിനെ പഠിക്കാൻ വിട്ടതായിരിക്കും. ആ മകൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകാതെ അച്ഛനമ്മയുടെ ഇഷ്ടത്തിനായിരിക്കും അതിനെ പഠിക്കാൻ വിട്ടത്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാമെന്ന് കരുതുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ചില അച്ഛനമ്മമാരിങ്ങനെയാണ് കേട്ടോ. എങ്ങനെയെന്ന് വെച്ചാൽ ഈ അമ്മയുടെ എനിക്കറിയില്ല, ഞാൻ ന്യൂസ് വായിച്ചില്ല ബാക്കി. ഇങ്ങനെ ആദ്യം ഒരു ദിവസം കണ്ടതേ ഉള്ളൂ. ചില അച്ഛനമ്മമാരിങ്ങനെ എപ്പോഴും മക്കൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ കണക്ക് പറഞ്ഞ് നടക്കാറുണ്ട്. ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്ത്, നിന്നെ പഠിപ്പിച്ച്, അത് ചെയ്ത്, നിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു കുറവും വരുത്താതെ നോക്കുന്നുണ്ട്. അങ്ങനെ എപ്പോഴും ഇങ്ങനെ മക്കളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അച്ഛനമ്മമാരുണ്ട്. ഇത് ചിലപ്പം സഹിക്കാത്ത മക്കളുമാരും ഉണ്ട്. അങ്ങനെയും അവർ അച്ഛനമ്മമാരെ വെറുക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. എനിക്കങ്ങനെ തോന്നാറുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മക്കളോട് അങ്ങനെയൊന്നും സംസാരിക്കരുതെന്നാണ്. അവരുടെ ഇഷ്ടത്തിന് അവരെ പഠിക്കാൻ വിടുക. അവർ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആകുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവരെ പഠിക്കാനായാലും അവരുടെ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനും അവരെ അനുവദിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മൾ ചെയ്യുന്ന കടമകൾ എപ്പോഴും ഇങ്ങനെ വിളിച്ച് പറയാതിരിക്കുക. നമ്മളത് ചെയ്യേണ്ടതാണ്, എപ്പോഴായാലും ചെയ്ത് കൊടുക്കേണ്ടതാണ് മക്കൾക്ക് വേണ്ടി. ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതെന്നുള്ള ആ വർത്തമാനം നമ്മൾ ഉപേക്ഷിക്കണം. അവർ പഠിച്ച് ജോലിയായി കഴിയുമ്പോൾ അത് നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള ആ മോഹവും നമ്മൾ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. മക്കളാണ് നമ്മുടെ സ്വത്ത് അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇനിയുള്ള കാലത്ത് അങ്ങനെ മക്കൾ അച്ഛനമ്മമാരെ സംരക്ഷിച്ച് കൂടെ നിൽക്കുമെന്നൊന്നും കരുതാൻ സാധിക്കില്ല. കാരണം അവരുടെ ഭാവി തേടി അവർ അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കുമൊക്കെ പോയി തുടങ്ങുമ്പോൾ അവർക്ക് അച്ഛനമ്മമാരെ നോക്കിയിരിക്കാൻ സാധിക്കില്ല. അപ്പം പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടിയും കൂടി നമ്മളുടെ ആരോഗ്യമുള്ള സമയത്ത് കരുതി വയ്ക്കണം. നമ്മളുടെ നാളത്തെ ജീവിതത്തിന് വേണ്ടിയും കുറച്ച് കരുതി വയ്ക്കാമെങ്കിൽ അങ്ങനെയുള്ള ഒരു വിഷമം ഉണ്ടാകില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വയസ്സുകാലത്ത് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരില്ല. എൻ്റെ ജീവിതവും എൻ്റെ സമ്പാദ്യവും എല്ലാം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചിലവാക്കി, എന്നിട്ട് വയസ്സായപ്പോൾ അവരെന്നെ നോക്കിയില്ല എന്ന് ദുഃഖിക്കാനിട വരില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ സമ്പാദ്യം എപ്പോഴായാലും ആവശ്യമാണ് വയസ്സുകാലത്തേക്ക്. തുച്ഛമായ വരുമാനം കൊണ്ട് മക്കളെ പഠിപ്പിച്ച് വലിയ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആക്കുന്ന അച്ഛനമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ മക്കളൊന്നും ഒരിക്കലും ആ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമ്മുടെ ചുറ്റും ഈ സമൂഹത്തിലുണ്ട്.
അച്ഛനമ്മമാർക്ക് കാശില്ലാത്തത് കാരണം, പഠിപ്പിക്കാനുള്ള സാമ്പത്തികമില്ലാത്തത് കാരണം സ്വയം ജോലി ചെയ്ത് നല്ല ഉന്നത നിലയിലെത്തിയ മക്കളുമാരെയും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അവരൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് അവരുടെ ജീവിത വിജയം നേടിയവരാണ്. എന്നാൽ ധനികരായ അച്ഛനമ്മമാരുടെ മക്കളൊക്കെയോ, അവരും ആ കൂട്ടത്തിലും 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. സ്വയം പഠിച്ച് നല്ല നിലയിലെത്തുന്നവരുമുണ്ട്, ജീവിതം വെറുതെ വേസ്റ്റാക്കി ആർഭാട ജീവിതം നയിക്കുന്നവരുമുണ്ട്. പൈസ ചിലവാക്കി കൂട്ടുകാരോട് കൂടി കളിച്ചും ചിരിച്ചും നടന്ന് അവസാനം ജീവിതം പാഴാക്കുന്നു. അങ്ങനെയുള്ള മക്കളുമാരും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ മക്കളുടെ പുറകെ നടന്നിങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിച്ചതിൻ്റെയും കണക്കിങ്ങനെ എപ്പോഴും പറയാതിരിക്കുക. തിരിച്ച് അവർക്ക് നാളെ ഒരു ഭാവി ഉണ്ടായി കഴിയുമ്പോൾ വയസ്സുകാലത്ത് നമ്മളോടും ഇങ്ങനെ പറയില്ലെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള അച്ഛനമ്മമാരുണ്ടെങ്കിൽ അതൊന്ന് സ്വയം തിരുത്തുന്നത് നല്ലതാണ്. അപ്പം ഞാനിന്ന് പറഞ്ഞ് നമ്മുടെ കിച്ചണിലെ വർക്ക് നടക്കുകയായിരുന്നു കേട്ടോ. രാവിലത്തെ കാപ്പിക്കുള്ള പരിപാടിയാണ്. ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുകയായിരുന്നു. സോയ ചങ്ക്സാണ് ഇന്ന് കറി ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം അത് വെള്ളത്തിലിട്ടൊന്ന് ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന് പിഴിഞ്ഞ ഒരു കോൺഫ്ലവറും മുളക് പൊടിയും കൂടെ ചേർത്ത് അതിനെ വറുത്തെടുത്തിട്ടുണ്ട്. വറുത്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റി. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. അല്ലെങ്കിൽ ഒരു വേറെ ചെവയാണ്, എണ്ണയുടെ ഒരു ചെവ വരാറുണ്ട്. അതിൻ്റെ ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞെടുക്കാമെങ്കിലുണ്ടല്ലോ അത് നല്ല ടേസ്റ്റായിരിക്കും. അല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വയറിനും അത് ബുദ്ധിമുട്ടാകാറുണ്ട്. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം വഴറ്റി അതിന് ശേഷം മസാല ചേർത്തു. മസാലയായിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു മസാല കിട്ടാറുണ്ട്, കാല മസാല എന്നാണ് അതിന് പറയുന്നത്. അത് ഞാൻ ഈ കടലക്കറിക്കും ഇതുപോലെ സോയ ചങ്ക്സ്, മട്ടൺ കറി അതൊക്കെ വയ്ക്കുമ്പോൾ അതൊക്കെ ചേർക്കാറുണ്ട്. അപ്പം അങ്ങനെ നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിലിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് വെള്ളം ചേർത്താൽ അത് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ കറിയാണിത്. കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ഇടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിൽ കുറച്ച് കപ്പലണ്ടി കൂടി ചതച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും കപ്പലണ്ടി ചതച്ചിടുമല്ലോ. ഇവിടെ മിക്കവാറുമുള്ള കറികൾ, വഴുതനങ്ങ അതുപോലെയൊക്കെയുള്ള കറികളിലെല്ലാം ഇങ്ങനെ കപ്പലണ്ടി ഇടാറുണ്ട്. അത് കണ്ട് ഞാനും ചെയ്യാറുണ്ട്. പകുതി ഇവിടുത്തെക്കാരുടെ രീതിയും പകുതി എൻ്റെ രീതിയും കൂടെ ചേർത്തൊക്കെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നാളെ വീണ്ടും കാണാം.